നമസ്കാരം, ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നമ്മൾ നിലവിലുള്ള ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിതിയെക്കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിലവിലുള്ള സ്ഥിതി എന്ന് പറയുമ്പോൾ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച്, കർക്കിടകക്കൂറ് എന്ന് പറയുമ്പോൾ ഈ സ്ഥിരമായി കാണുന്നവർക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. നമ്മുടെ ജ്യോതിഷ കേരളിയുടെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ലൈക്കുമാണ് നമ്മുടെ കൂട്ടായിട്ടുള്ള ഒരു വിജയം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ സ്ഥിരം കാണുന്ന ജ്യോതിഷകരിൽ മാത്രമല്ല, യൂട്യൂബ് കാണുന്നവർക്കെല്ലാം, ജ്യോതിഷം കാണുന്നവർക്ക് അവരുടെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടുതൽ അറിയാം. എങ്കിലും ഞാൻ അറിഞ്ഞുകൂടാതെ പുതുതായിട്ട് വരുന്നവർക്ക് വേണ്ടി ഒന്ന് പറയുന്നു. അതായത് പുണർദത്തിൻ്റെ അവസാനത്തെ ഒരു പാദം, അതായത് 4-ാം പാദം, പൂയം, ആയില്യം, ഇത്രയാണ് കർക്കിടകക്കൂറിൻ്റെ നക്ഷത്രങ്ങളെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഈ പൂയം, ആയില്യംകാർ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് ഇനി സമയമൊന്നും നന്നാവാറായില്ലേ, ഞങ്ങളിനി എന്ന് രക്ഷപ്പെടും? കാരണം നമ്മുടെ ശനിമാറ്റം, രാഹുകേതു മാറ്റം, വ്യാഴമാറ്റമൊക്കെ വന്ന സമയത്ത് വ്യാഴം 12-ലാണ്, അതുപോലെ തന്നെ 2-ലേക്ക് കേതുവും വന്നു. അപ്പോൾ ഇനി നമ്മുടെ സമയം വളരെ മോശമായിരിക്കുമോ, ഇനി നമ്മൾ രക്ഷപ്പെടൂലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതേസമയം ശനി അവർക്ക് അനുകൂലമായി, കാരണം ശനി അവരുടെ ഭാഗ്യസ്ഥാനത്തേക്ക് വന്നുകൊണ്ട് ശനി ദോഷം ചെയ്യില്ല. ബാക്കി ഇതെല്ലാം അങ്ങോട്ട് ശരിയല്ലല്ലോ. ഇവിടെയാണ് നമ്മൾ ജ്യോതിഷത്തിൽ എനിക്ക് പറയാനുള്ളൊരു നിർദ്ദേശമുള്ളത്. ജ്യോതിഷത്തെ നമ്മൾ പകുതി ആശ്രയിക്കാവൂ. അതായത് പണ്ടുള്ളവർ പറയുന്ന, മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും പറയാറുള്ള ചൊല്ലുണ്ട്, ഞാനത് ജീവിതത്തിൽ പാലിക്കുന്ന ഒരാളാണ്. പഴഞ്ചൊല്ലിനെ, അതായത് പൂർവികരുടെ വാക്കുകൾക്ക് നല്ല വില കൽപ്പിക്കുന്ന ഒരാളാണ്. താൻ പാതി ദൈവം പാതി എന്നാണ്. അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മുടെ യുക്തിയും ബുദ്ധിയും കൂടെ അപ്ലൈ ചെയ്യണം. ഈശ്വരൻ ആവശ്യത്തിന് പ്രപഞ്ചശക്തി നമുക്കെല്ലാം തന്നിട്ടുണ്ട്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചശക്തിയാണ്. ആ കോസ്മിക് എനർജി നമുക്കെല്ലാം തന്നിട്ടുണ്ട്. പക്ഷേ അത് എങ്ങനെ യൂസ് ചെയ്യണം വേണ്ടെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ജാതകത്തിൽ നല്ലതും മോശവും വരുന്നത് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ കയ്യിലിരിപ്പുകൊണ്ടാണ്. അതായത് നമ്മൾ പിന്നെ അവനവൻ്റെ കുടുംബവും അവനവൻ്റെ ജീവിതവും നന്നായിട്ട് നോക്കാൻ നമുക്കറിയാമെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരില്ല. എൻ്റെ അനുഭവം കൊണ്ട്, എൻ്റെ ലൈഫിൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. പകരം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന തെറ്റല്ല, പക്ഷേ മറ്റുള്ളവരെ നമ്മൾ ആഹാരം വാങ്ങിച്ചു കൊടുത്തും നമ്മളാൽ കഴിയുന്ന ശരീരശക്തി കൊണ്ട് വേണം സഹായിക്കാൻ, മാനുവലായിട്ട്, അതായത് ലേബർ കൊണ്ട് നമ്മൾ സഹായിക്കാം. അല്ലാതെ ധനപരമായിട്ടും പിന്നെ അവരുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ഇടപെട്ടും അല്ല സഹായിക്കേണ്ട. അങ്ങനെ സഹായിക്കുന്നവർക്കെല്ലാം പ്രശ്നം തന്നെയാണ്. അതിനിപ്പം എത്ര ജ്യോതിഷത്തിൽ സമയം നന്നായിരുന്നാലും പണി കിട്ടും. ഞാനിങ്ങനെ പറയുന്നുണ്ടൊന്നും തോന്നരുത്, ജീവിതാനുഭവം അങ്ങനെയാണ്, നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിതം, അത് നമ്മളെപ്പോഴും ഈശ്വരാധീനത്തോടെ ജീവിക്കണം. നമ്മളെ മനസ്സാക്ഷിക്ക് നിരക്കുന്ന മാത്രം ചെയ്യുക, ധാർമ്മികമായിട്ട് ജീവിക്കുക. അപ്പോൾ പ്രശ്നം വരില്ല. പിന്നെ ജാതകത്തെ നമ്മൾ ആശ്രയിക്കുമ്പോൾ അവിടെ ഇപ്പോൾ ചാരവശാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 12-ൽ വ്യാഴം നിന്നോട്ടെ. പക്ഷേ 12-ൽ വ്യാഴമാണെങ്കിലും നമ്മുടെ ഭാഗ്യസ്ഥാനാധിപനായ 9-ാം ഭാവാധിപനായ വ്യാഴമാണ് 12-ൽ നിൽക്കുന്നത്. അപ്പം ആ ആൾ ഭാഗ്യം തരാൻ ശകലം മടിക്കുമെങ്കിലും ആ ആൾ നമുക്ക് എന്തു ചെയ്യും, വലിയ ദോഷം ചെയ്യത്തില്ല, നഷ്ടം വരുത്തത്തില്ല. രണ്ടാമത്തേത്, അതായത് നമുക്ക് വരേണ്ട ഭാഗ്യങ്ങൾ വരില്ല, പക്ഷേ എന്ന് വിചാരിച്ച് നിലവിലുള്ള അവസ്ഥയ്ക്ക് ദോഷമൊന്നും വരില്ല. രണ്ടാമത്തേത്, നമ്മളെ നിലവിലുള്ള ജന്മത്തിൽ നിൽക്കുന്ന ബുധൻ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ബുധൻ നമുക്ക് ബുദ്ധിയും യുക്തിയും തരും. ആ ബുദ്ധിയും യുക്തിയും അപ്ലൈ ചെയ്യണം. അത് നമ്മളെ 9-ൽ ശനി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യസ്ഥാനത്താണ് ശനി. നിങ്ങൾക്ക് ജോലിയിലും ബിസിനസ്സിലും കർമ്മത്തിലൊക്കെ വളരെ പുഷ്ടിപ്പെടാം. നിങ്ങൾ അധ്വാനം കൊണ്ട് നിങ്ങൾ ജീവിക്കാൻ മുന്നോട്ട് ഇറങ്ങിത്തിരിച്ചാൽ, അതിന് പരിശ്രമിച്ചാൽ, അതിന് വേണ്ടുന്ന യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. അതിനുള്ള സമയമാണ് അത്. കലാകാരോ രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ നിങ്ങൾക്ക് അവസരങ്ങളും മറ്റും തേടി വരും. അത് ബുദ്ധിപൂർവ്വം നിങ്ങളത് ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങാൻ വിജയിക്കും. 2-ൽ നിങ്ങൾക്ക് കേതുവും അതുപോലെ തന്നെ ചൊവ്വയും നിൽക്കുന്ന സമയമാണ്. അതായത് നിങ്ങളുടെ വാക്ക് കൊണ്ട് കലഹം ഉണ്ടാവാതെ സൂക്ഷിക്കുക. അതായത് നിങ്ങൾ നല്ലതിന് വേണ്ടി മറ്റുള്ളവരുടെ അടുത്ത് അവരെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ പറയാനോ പോകാതെ നിങ്ങൾക്ക് അനിഷ്ടമായി വരും. നിങ്ങളെ
തെറ്റിദ്ധരിച്ച് അവർ നിങ്ങൾക്കെതിരെ തിരിയും. അതിന് പോകരുത്. മറ്റുള്ളവരെ സഹായിക്കാൻ പോയി അപവാദവും ഭീഷണിയും വാങ്ങിച്ചുകൊണ്ട് വരരുതെന്നർത്ഥം. എന്നാൽ നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ ചില മീഡിയേറ്റർഷിപ്പ് വർക്കുകളിലൊക്കെ ഇടപെടുന്നവരാണെങ്കിൽ അവിടെ സുബ്രഹ്മണ്യ സ്വാമി നിങ്ങളെ സഹായിക്കും. തീർച്ചയായിട്ടും സുബ്രഹ്മണ്യ പ്രീതിയോടുകൂടി മുന്നോട്ട് നീങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ അല്ലെങ്കിൽ എന്ത് വിശ്വാസത്തിലോ ആകട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ ദൈവാധീനം അത് നിങ്ങളെ സഹായിക്കും. കാരണം പ്രപഞ്ചശക്തി എല്ലാ മനുഷ്യർക്കും തുല്യമാണ്. എല്ലാ മനുഷ്യരെയും അത് അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ ആ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആർജിച്ച് നമ്മൾ ടാപ്പ് ചെയ്ത് നമ്മളിൽ സൂക്ഷിക്കാൻ തയ്യാറായാൽ മതി. ഞാൻ പലപ്പോഴും എൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യുന്നവരടുത്തും അതുപോലെ വീഡിയോകളിലും പറയാറുണ്ട്, നിങ്ങൾ നല്ല മോട്ടിവേഷൻ, അതായത് ഞാൻ ഏറ്റവും കൂടുതൽ നിർദ്ദേശിക്കുന്നത് ഡോക്ടർ ജയപ്രകാശ് സാറിനെയും അതുപോലെ തന്നെ ശരത് ഹരിദാസിനെയൊക്കെ പോലുള്ള മഹാത്മാക്കളുടെ വീഡിയോകൾ കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ മെൻ്റലി, സ്പിരിച്വലി, അതുപോലെ തന്നെ നിങ്ങളെ ബൗദ്ധികമായിട്ട് ബുദ്ധിപരമായിട്ട് നിങ്ങളെപ്പോഴും വിജിലൻ്റായിട്ട് നിന്ന് കാര്യങ്ങൾ കൊണ്ടുപോകുക. അല്ലാതെ അബദ്ധങ്ങളിൽ പോയി ചാടിയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ന ആളിന് എൻ്റെ ബന്ധുവാണ് അന്ന് വന്ന് ചോദിച്ചപ്പോൾ 10 ലക്ഷം രൂപ കടം കൊടുത്തു, ഇനിയിപ്പോൾ തിരിച്ച് കിട്ടുമോ, ഇനി കിട്ടിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ, കാരണം മണ്ടത്തരമാണ്. നിങ്ങളോട് ആർക്കും കടം കൊടുക്കാനോ ധനപരമായി സഹായിക്കാനോ പറഞ്ഞില്ല. അത് നിങ്ങളുടെ ജോലിയല്ല, അത് ഈശ്വരൻ്റെ ജോലിയാണ്. അത് നിങ്ങൾ ഏറ്റെടുക്കുക. ആ പ്രപഞ്ചശക്തി, കോസ്മിക് എനർജി കൊടുക്കേണ്ടത് നിങ്ങൾ കൊടുക്കുമ്പം അവർക്കുള്ള പ്രാരാബ്ദം നിങ്ങളിലേക്ക് അത് ഡൈവേർട്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കുള്ള ജോലി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്ത് അധ്വാനിച്ച് അത് നാളത്തേക്ക് അസറ്റാക്കി മാറ്റുക. അസറ്റാക്കി മാറ്റുമ്പോൾ പോലും സൂക്ഷിക്കുക, അത് വളരെ പ്രയോജനം വരുന്ന രീതിയിൽ ഗോൾഡാക്കിയോ ഭൂമിയാക്കിയോ മാറ്റുക. അല്ലാതെ ഒരിക്കലും നിങ്ങൾ സൂക്ഷിക്കുന്ന ധനം പെട്ടെന്ന് ധനം കിട്ടുമെന്ന് വിചാരിച്ച് ആർക്കും കൊടുക്കരുത്. ഒരുപാട് എന്നെ കൺസൾട്ട് ചെയ്യുന്ന ശുദ്ധാത്മാക്കൾ പറയാറുണ്ട്, വലിയ ഫണ്ട് വരും അല്ലെങ്കിൽ കാശ് കിട്ടുമെന്നൊക്കെ വിചാരിച്ച് പലരെയും ലക്ഷക്കണക്കിന് രൂപ കടം മറിച്ചും വീടും ഒക്കെ പണയപ്പെടുത്തിയും കൊടുത്തു നഷ്ടപ്പെട്ടു. അതെല്ലാം മണ്ട ചിന്തയെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശരിയായ രീതിയിൽ ധനം വരാൻ യോഗമുണ്ടെങ്കിൽ അതിൻ്റെ സമയമാകുമ്പോൾ വരും. അതുവരെ നിങ്ങളുടെ ചെയ്യുന്ന സർവീസുകൾ, ജോലി, നിങ്ങളുടെ കർമ്മം ഭംഗിയായിട്ട് നിർവഹിക്കുക. അത് ധാർമ്മികമായിട്ട് ദൈവാധീനത്തോടെ നിർവഹിച്ചാൽ അതിനുള്ള ഗുണം നിങ്ങൾക്ക് ഈശ്വരൻ തരും. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കുടുംബത്തിനും ഗുണം ചെയ്യും. ഇനി ഇതിനകത്ത് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുള്ളത്, അഷ്ടമത്തിൽ നിൽക്കുന്ന സർപ്പൻ അത്ര നന്നല്ല. അതായത് അലർജി രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, അല്ലെങ്കിൽ ഫുഡ് അലർജി, അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ അഷ്ടമസ്ഥാനം എന്നൊക്കെ പറയുമ്പം നിങ്ങളുടെ ഇടുപ്പ് മുതൽ താഴോട്ടുള്ള ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വരണമെന്ന് നിർബന്ധമില്ല, വരരുത് ആർക്കും, പക്ഷേ സാധ്യതകൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറിയ അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ കണ്ടാൽ തന്നെ ഉടൻ നമ്മളത് നന്നായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതിന് പ്രിലിമിനറി സ്റ്റേജ് തന്നെ അതിൻ്റെ മരുന്നെടുക്കുക, നമ്മൾ മുന്നോട്ട് പോകുക. അല്ലാതെ ഒരിക്കലും അത് വെച്ചുകൊണ്ടിരുന്ന് വലുതാക്കരുത്. രണ്ടാമത്തേത്, നമ്മൾ ഈ പ്രോസ്റ്റേറ്റ് പ്രശ്നമോ യൂട്രസ് പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളവർ ചെറിയ അതിൻ്റെ ആരംഭം ഉണ്ടെങ്കിൽ തന്നെ അത് പിന്നിടത്തേക്ക് മാറ്റി വയ്ക്കരുത്. നല്ലവണ്ണം ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതുപോലെ തന്നെ ഉദരരോഗമുള്ളവർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. കാരണം അഷ്ടമത്തിൽ സർപ്പനായതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചില കാര്യങ്ങളിൽ നമ്മൾ ജ്യോതിഷത്തെ കുറച്ച് പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. എല്ലാ കാര്യങ്ങളിലും 100% ജ്യോതിഷത്തെ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങരുത്. ജ്യോതിഷത്തിൽ ശാസ്ത്രകാരന്മാർ തന്നെ പറയുന്നുണ്ട്, ഭഗവാൻ മഹാദേവനും സുബ്രഹ്മണ്യ സ്വാമിയും തന്നെ പറയുന്നുണ്ട്, ഒട്ടൊക്കില്ല എന്നാണ്. അതായത് പകുതി ശാസ്ത്രം എടുക്കുക, പകുതി നമ്മുടെ യുക്തിയും ബുദ്ധിയാണ്. അങ്ങനെ ചെയ്യാവൂ. 100% ജ്യോതിഷത്തെ മാത്രം ആശ്രയിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യരുത്. അപ്പോൾ കാരണം ഇപ്പോൾ ഞാൻ ഈ നിങ്ങളുടെ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് പലർക്കും ഇപ്പോൾ ഒരു സംശയമുണ്ട്. കാരണം 12-ൽ വ്യാഴവും കൂടെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിലവിലുള്ള ജോലി മാറിയാലോ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ബിസിനസ്സിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചേഞ്ച് വരുത്തിയാലോ? തീർച്ചയായിട്ടും ചെയ്യാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ 9ാം ഭാവാധിപനാണ് വ്യാഴം. ആ വ്യാഴം 12-ൽ നിൽക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും വരുത്തില്ല. പക്ഷേ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ചെയ്തു വയ്ക്കുന്നതിൻ്റെ ഗുണം നെക്സ്റ്റ് ഇയർ 2026 മാർച്ച് തൊട്ട് അങ്ങോട്ട് ഗുണത്തിൽ വരും. അതിനുവേണ്ടി ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ, കാര്യങ്ങൾ ചെയ്യാം, എല്ലാം ചെയ്യാം.
അതുകൊണ്ട് ഇപ്പം തൽക്കാലം 12-ൽ വ്യാഴം ആയിപ്പോയതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം തകർന്നു പോയി എന്ന് ആരും വിചാരിക്കേണ്ട. കർക്കിടകക്കൂറുകാർക്ക് സമയം നല്ലതാണ്. അതായത് നിങ്ങളുടെ യുക്തിയും ബുദ്ധിയും ഉപയോഗിക്കുമെങ്കിൽ നിങ്ങൾക്ക് ആ സമയം ഉപയോഗപ്പെടുത്താൻ പറ്റും. നിങ്ങളുടെ ജാതകാൽ ഇത് എത്രത്തോളം പോസിറ്റീവാണല്ലോ എന്ന് എനിക്കറിഞ്ഞൂടാ. ജാതകാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വ്യാഴം അഷ്ടമാധിപത്യമുള്ള വ്യാഴമാണെങ്കിൽ ഇതൊന്നും അനുഭവത്തിൽ വരില്ല. അതുപോലെ നിങ്ങളുടെ ജാതകാൽ വ്യാഴം നീചരാശിയാധിപത്യമുള്ള വ്യാഴമാണെങ്കിൽ ഗുണമൊന്നും വരില്ല. അംശകാൽ കൂടെ നീചത്തിലാണെങ്കിൽ പിന്നെ ഒട്ടും നോക്കണ്ട. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? വലിയ ധനപരമായ കാര്യങ്ങളിൽ പോകരുത്. ഉള്ളത് കൊണ്ട് തൃപ്തിയായിട്ട് കടം വരുത്താൻ സ്വസ്ഥാനം ജീവിക്കുവാനേ പറ്റും. അവർക്ക് വലിയ ബിസിനസ്സോ വലിയ സാമ്പത്തിക ലാഭം വരുന്ന ഊഹക്കച്ചവടങ്ങളിലോ അല്ലെങ്കിൽ വലിയ ഫണ്ട് വരുമെന്നുള്ളതിൽ കൊണ്ടുവന്ന് കാശ് മുടക്കുകയോ അധ്വാനിക്കാതെ വലിയ ധനം വരാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്, മണ്ടത്തരായി പോകും. ഇത്തരത്തിൽ നമ്മൾ യുക്തിയും ബുദ്ധിയും കൂടെ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതം കൊണ്ടുപോയാൽ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച സമയം വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ 11-ൽ ലാഭസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്ന സമയമാണ്. ദാമ്പത്യ സുഖം, അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ കിട്ടാം, നല്ല സുഹൃത്തുക്കളെ കിട്ടാം, പുതിയ ചില പദ്ധതികൾ നിങ്ങളിലേക്ക് തിരക്കി വരും. ഭാവിയിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം തെളിഞ്ഞു വരും. ഇപ്പോൾ ഒന്നും കയ്യിൽ വരില്ല, വരും, ഫ്യൂച്ചറിലേക്ക് വരും, ഉറപ്പായിട്ട് വരും. ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോഴും നിങ്ങൾക്ക് തേടി വരുന്ന പുതിയ സുഹൃത്തുക്കൾ വഴിയും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഗുണം വരും, 100% വരും. ഈശ്വരൻ നിങ്ങളതിനെ അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കൺസൾട്ടിങ്ങിനും അതിനകത്ത് മെസ്സേജ് ഇടാം. കോൾ ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. പിന്നെ എനിക്ക് കൺസൾട്ടിങ്ങിന് വേണ്ടി മെസ്സേജ് ഇടുന്നവർ പോലും സ്ഥിരമായി റിമൈൻഡർ ഇടണം. കാരണം നിലവിൽ ഞാൻ ഏകദേശം 1 മാസത്തോളം അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ അപ്പോയിൻമെൻറ്റിൽ എനിക്ക് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ അപ്പോയിൻമെൻറ്റ് കൊടുക്കൂ. അതിൻ്റെ കാരണം ഒരു ജാതകം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാൻ 2-3 മണിക്കൂറെടുക്കും. വിശദമായിട്ട് സൂക്ഷ്മമായിട്ട് പരിശോധിക്കും. അങ്ങനെ വേണ്ടിയൊരു ദിവസം 2-3 ജാതകമേ എനിക്ക് പരിശോധിക്കാൻ കഴിയൂ. ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കോസ്മിക് എനർജിയുടെ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹമാണ് നമ്മളെല്ലാം ഇങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. എല്ലാ ആത്മസുഹൃത്തുക്കൾക്കും നല്ലതേ വരൂ. ഞങ്ങളുടെ ജ്യോതിഷ കൈരളി ഈ ചാനലിനോട് നിങ്ങൾ കാണിക്കുന്ന സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും എല്ലാം എന്നും ഉണ്ടാവണം. നിങ്ങളുടെ അനുഗ്രഹമാണ് നമ്മുടെ പൊതുവായിട്ടുള്ള വിജയമായിട്ട് ഞാൻ കാണുന്നു. തീർച്ചയായിട്ടും ഹരേ കൃഷ്ണ. എല്ലാവരും നന്നായി വരും.